ഇന്ന് നമുക്ക് നല്ലൊരു സേമിയ കേസരി തയ്യാറാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ചെറുതായി ചുവന്ന് തുടങ്ങുന്ന സമയത്ത് കുറച്ച് കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കാം. കിസ്മിസ് എല്ലാം ഇതുപോലെ വീർത്ത് തുടങ്ങുന്ന സമയത്ത് നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ 1 കപ്പ് സേമിയ ചേർത്ത് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. സേമിയ നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് സേമിയയ്ക്ക് 2.5 കപ്പ് വെള്ളം എന്ന അളവിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് കേസരിക്ക് ഒരു ഭംഗി കിട്ടുന്നതിനായിട്ട് ഫുഡ് കളർ ചേർക്കണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അത് തികച്ചും ഓപ്ഷണലും ആണ്. ഇപ്പോൾ സേമിയ എല്ലാം നല്ലതുപോലെ വെന്ത് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1/4 കപ്പ് പഞ്ചസാരയും 1 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ആവശ്യമെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർക്കാവുന്നതാണ്. പഞ്ചസാരയെല്ലാം നല്ലതുപോലെ അലിഞ്ഞ് വെള്ളമെല്ലാം വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കിസ്മിസും കാഷ്യൂനട്ടും ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ രുചികരമായ സേമിയ കേസരി റെഡി.